ലോകത്തിൻ്റെ മിഷാക്ക് 37ാം ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പ് ഫൈനൽ മത്സരം പുല്ലുപറമ്പിൽ നിന്ന് ഇങ്ങനെ കളി കാണുന്നതിൻ്റെ ഇടയിൽ 2-2 സമനിലയായപ്പോൾ വല്ല ഇവിടുന്ന് കൂട്ടായിട്ട് മലയങ്കോത്ത് സ്കോർ കൊണ്ടുപോയി കളിയുണ്ട്. മൂന്നാമത്തെ ഗോൾ മെസ്സി അടിച്ച് ഉടനെ തന്നെ എംബാപ്പെ തിരിച്ച് വീണ്ടും പെനാൽറ്റി അടിച്ച് ഗോളാക്കി കളി സമനിലയായി. ടൈം ബ്രേക്കിലേക്ക് ഇങ്ങനെ നീങ്ങണേ. ടൈം ബ്രേക്കിൽ നീങ്ങുന്നു. ഫസ്റ്റ് കിക്ക് എംബാപ്പെ ഗോളാക്കുന്നു, രണ്ടാമത്തെ കിക്ക് മെസ്സി ഗോളാക്കുന്നു. ചെറിയ ചെറിയ ടെൻഷൻ. അർജൻറ്റീന ആരാധകർക്ക് ചെറിയൊരു പ്രതീക്ഷ ഉള്ളത് അർജൻറ്റീൻ്റെ ഗോളി മാർട്ടിനസ് ഏതെങ്കിലും തടുക്കുന്നുണ്ട്. വിചാരിച്ച പോലെ രണ്ടാമത്തെ ഗോള് മാർട്ടിനസിനെ തടുത്തു. തടുക്കണ്ടില്ലെന്ന് തോന്നിപ്പോയി. കാരണം എന്താ വെച്ചാൽ 2 കുത്തിൻ്റെ പുറത്തൊരു വരവ് വന്നിന്. ആരെ കുത്തിയത് ആ തെണ്ടിന് ഇന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. ദമ്മ് കുത്തിയ ആവശ്യത്ത് കുത്തിയതോ. ചിലപ്പോൾ അതായത് ബ്രസീലിൻ്റെ ആരാധകനോ അല്ലെങ്കിൽ അർജൻറ്റീൻ്റെ തന്നെ ആരാധകനോ ഒറ്റ ആവാൻ സാധ്യതയാണ്. ആവശ്യത്തിലല്ലേ പൊട്ടയച്ച്. അതേപോലെ രണ്ടാമത്തെ കിക്ക് എന്താക്കി എമി മാർട്ടിനസ് തടുത്തല്ലോ. മോനെ ഒന്ന് പറയും, എൻ്റെ കണ്ണാടാണ്ട് തെറിച്ചണ്ട് പോയിട്ട് ജസ്റ്റ് ചവിട്ടി കൂട്ടി പൊട്ടിക്കാതെ എൻ്റെ കയ്യിൽ കിട്ടിപ്പോയത്. അങ്ങനെയൊക്കെ കഴിച്ചിലായി. അങ്ങനെ 2 സേവൊക്കെ ചെയ്ത് പിന്നെ നമ്മളെ മോണ്ടിനാൽ നാലാമത്തെ ഗോൾ മോണ്ടിനാൽ അടിച്ചാൽ വർഷങ്ങൾക്ക് ശേഷം അർജൻറ്റീന കാത്തിരിപ്പിന് വിരാമം കുറിക്കാൻ പോകും. വേൾഡ് കപ്പ് എന്ന് സ്വപ്നം പോവുകയാണ് ഞാൻ പോവാം. അപ്പോൾ എന്താ പറയുക, നമ്മളെ മോണ്ടിനാൽ ഒന്നാണ്ട് ആ ഒരു ബ്രീത്തും ഗ്രൗണ്ടിൻ്റെ വലതുസൈഡിലേക്ക് പതുക്കെ ഒരു ടക്ക് ഒറ്റടി. എൻ്റെ മോനെ പിന്നെ ഒന്നും പറയാനില്ല. ഏതോ ഒരു പ്രായ ഒരാളിൻ്റെ ഇവിടെ 2 ഉമ്മച്ചാണ് പോകേണ്ടി. എൻ്റെ അമ്മ എന്തൊരു ആരാധകരാണ് അർജൻറ്റീൻ്റെ ആരാധകർ. മെസ്സിനെ സ്നേഹിച്ച അർജൻറ്റീന ആരാധകരുടെ വല്ലാത്തൊരവസ്ഥ. അതോടുകൂടി എന്താക്കി അവർക്ക് നേടാനുള്ളതൊക്കെ കൺകുളിർക്കെ കണ്ട് മെസ്സിൻ്റെ ആരാധകർ അർജൻറ്റീന എന്ന് അവസാനിപ്പിച്ച പോലെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും 37ാം ജന്മദിനം ആഘോഷിക്കുന്ന മെസ്സിയേക്കാൾ ആഘോഷിക്കുന്നത് മെസ്സിയുടെ ആരാധകർ തന്നെ ആവും. ഏതായാലും ഹൃദയം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് ഒരു അർജൻറ്റീനൻ ആരാധകൻ